എന്തൊക്കെയായിരുന്നു ഇവിടെ. സവാദ് എന്ന് പറയുന്ന ഒരു നാറിയെ മെൻസ് അസോസിയേഷൻ പോയിട്ട് ജയിലിൽ നിന്ന് ഇറക്കുന്നു, മാലട്ട് കൊടുക്കുന്നു, പൂജിക്കുന്നു, എന്തൊക്കെ തേങ്ങാക്കൊലകളെ കാണിച്ചു കൂട്ടിയേ. ഇപ്പൊ എന്തായി? അന്ന് എന്ന ഒരു പെൺകുട്ടിയുടെ നേരേക്ക് വൃത്തികേട് കാണിച്ചു, ഇന്ന് മറ്റൊരു പെൺകുട്ടിയുടെ നേരേക്ക് ഈ നാറി വൃത്തികേട് കാണിച്ചു ജയിലിൽ കിടക്കുന്നുണ്ട്. വെറുതെ അലിഗേഷൻ മാത്രമല്ല, അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാ. ആരാണ് ഈ നാറി എന്ന് അറിയാത്ത ആളുകൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇവനാണ്. ആ ഒരു പഴയ ഇൻസിഡന്റും കൂടി കണ്ടോളൂ. നിങ്ങളല്ലേ ഓപ്പൺ ആക്കി, ഞാനല്ലേ ഓപ്പൺ ആക്കി എന്നൊക്കെ പറഞ്ഞു. അന്ന് നിങ്ങൾക്ക് ഇത് കണ്ടിട്ടുണ്ടോ എല്ലാവരും? നല്ല ഷെയർ ചെയ്യപ്പെട്ട വീഡിയോ ആണ്. ഇവൻ തൊട്ടടുത്ത് വന്നിരുന്ന് ആ ഒരു പെൺകുട്ടിയെ വൃത്തികേട് കാണിച്ചതാ. സാമാനം മറ്റേ പരിപാടി പുറത്തേക്ക് സിപ്പൊക്കെ ഇട്ട് പുറത്തൊക്കെ അയച്ചിട്ടേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യായിരുന്നു. പെൺകുട്ടി കൃത്യമായ സമയത്ത് ഇടപെടൽ നടത്തി നാട്ടുകാരെ മുല്ലെത്തിച്ചു. ആ ബസ്സിലുള്ള ഒരാളും ആ നാറിയെ തൊട്ടില്ല എന്നുള്ളത്. അവൻ ഓടി കണ്ടക്ടറെയും തള്ളിയിട്ട് ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അന്ന് ഇത് വലിയ ചർച്ചയായി. അതിനുശേഷം ഇവൻ നിരപരാധിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് സൈഡിൽ ഞാനൊരു വീഡിയോ പ്ലേ ചെയ്ത് തരാം. ഇതാണ് മെൻസ് അസോസിയേഷൻ. ഇവരെന്താ ചെയ്തറിയോ? പബ്ലിക്കായിട്ട് ഇമാര് വൃത്തിയായിട്ട് ചെയ്ത ഈ നാറിയെ ജാമ്യത്തിൽ ഇറക്കിയിട്ട് ഓന് പൂമാല ഇട്ട് സ്വീകരിച്ചു. ഓൻ തന്നെ വിചാരിച്ചിട്ടുണ്ടോ എന്റെ പൊന്നെ എന്താ ഇവിടെ സംഭവിച്ചു എന്നുള്ളത്. അന്ന് ആ ഒരു പെൺകുട്ടിക്ക് എതിരെ സംസാരിച്ച ഒരു കൂട്ടം ആളുകളുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ പെൺകുട്ടിയുടെ വസ്ത്രധാരണം ഇഷ്ടപ്പെടാഞ്ഞിട്ടാണെന്നുള്ളതാ. അതായത് ആ ഒരു കുട്ടി മോഡലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നതാ. അപ്പൊ അവരുടെ കുറെ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് താനെ അങ്ങനെ തന്നെയാ, അവളാണ് അത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ എണ്ണം രംഗത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളതാ. ഇപ്പൊ ഏകദേശം തീരുമാനമായില്ല. ഇനി കൃത്യമായിട്ടൊരു തീരുമാനം ആക്കി തരാം. ഖാദർ കരിപ്പടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോ പോലീസുകാരൻ പറഞ്ഞ ഡീറ്റെയിൽസ് ഒന്ന് കേട്ടോക്കി. സവാദ് എന്ന് പറയുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സാറേ, ഒരു ബസ്. അയാൾ നേരത്തെ വേറൊരു കേസിൽ പ്രതിയല്ലേ സാറേ? അത് ഇതേ സമാന ബസ് കേസല്ലേ സംഭവം? പുള്ളിക്കാരന്റെ സ്ഥലം എവിടെയാണ് ഈ സവാദിന്റെ? കോഴിക്കോട്. ഇതെന്താ സംഭവം സാറേ സംഭവിച്ച ബസ്സില്? കേറി പിടിച്ചു അല്ലെ? ഇതേ ഒരു സമാന ഇഷ്യൂ ആണ് അന്ന് ഉണ്ടായതല്ലേ? ഇയാൾക്ക് ഇത് ഈ ഒരു വിഷയത്തില് വേറെയും കേസുണ്ടോ ഇതല്ലാതെ? നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലെ കേസ് അതല്ലാതെ ഇല്ല അല്ലെ? അപ്പൊ എന്താ ഇപ്പൊ അവനെ റിമാൻഡ് ചെയ്തോ? ഓക്കെ. ഈ പെൺകുട്ടിയാണല്ലേ ആള്? മനസ്സിലായി. ബാങ്കിൽ ഇത് സംഭവം ഇവന്റെ അസുഖമാണോ ഇനി? അന്ന് ഇതിങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടേ ആൾക്കാരൊക്കെ മറ്റേ ഓപ്പോസിറ്റുള്ള പെണ്ണിനെയാണ് തെറ്റിദ്ധരിച്ചേ. അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ നിലവിലെ സ്റ്റേഷനിലുണ്ട് ആള് അല്ലെ? എനിക്ക് ഓർമ്മയുണ്ട്. സംഘം ഒരു സമിതി ഉണ്ട്, പുരുഷന്മാരുടെ ഒരു ടീം. എനിക്ക് തോന്നുന്നു അവരെ ഇവര് തെറ്റിദ്ധരിപ്പിച്ചായിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പൊ സമാന്തരമായിട്ടുള്ള കേസ് അന്നുണ്ടായ അതേ ഇൻസിഡന്റ് അല്ലേ? കേട്ടില്ലേ? ഇതേപോലെ തന്നെ ഒരു പെൺകുട്ടിയെ അന്ന് വൃത്തികെട്ട രീതിയിൽ എന്തോ ചെയ്തു. അന്നത്തെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു എന്ന പെൺകുട്ടിയെ വളരെ മോശപ്പെട്ട രീതിയിലാണ് ആളുകൾ ചിത്രീകരിച്ചത്. അവരുടെ വസ്ത്രധാരണം ഇഷ്ടപ്പെട്ടില്ല. റീൽസിൽ കയറിയിട്ട് ഇവർ എന്തൊക്കെ കാണിച്ചു കൂട്ടിയെ. എന്തായിരുന്നു ഈ മെൻസ് അസോസിയേഷനൊക്കെ കൃത്യമായി കാര്യങ്ങൾ അന്വേഷിക്കാതെ ഇമാതിരി ഊളത്തരം ചെയ്യല്ലേ? ഇവിടെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെൻസ് അസോസിയേഷന്റെ ആവശ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ അപ്പുറത്ത് ഇങ്ങനെ ഒരു ഊളകളെ സംരക്ഷിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുള്ള വില മൊത്തം പോകുന്നുള്ളതാ. അന്ന് മസിക്ക് നേരെ വൃത്തികേട് കാണിച്ചതിന് ശേഷം ഇവൻ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കട്ടെ നിങ്ങള്. ഇവര് എങ്ങനെ ഫേമസ് ആവും എന്ന ഒരൊറ്റ ലക്ഷ്യവുമായിട്ടുള്ള ഓട്ടമായിരുന്നു. അതായത് എങ്ങനെ സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിക്കും എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ പല രീതിയിൽ ഇവര് ശ്രമിച്ചു നോക്കി. എന്താ ആരാണായിരിക്കണത്? സുന്ദര കോമളെ ബസ്സിൽ സ്ഥിരം ഈ കേറി പെൺകുട്ടികളെ ഉപദ്രവിക്കുന്ന സ്വഭാവം അത്ര ഇവൻ ഒരു ദിവസം ഒരു 10 ബസ്സിൽ കയറുന്ന പരിപാടിയാണെന്നുള്ളത്. ഒരുപാട് നുണകളും പറഞ്ഞുകൊണ്ടാണ് ഇവൻ നടന്നുകൊണ്ടിരുന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതൊന്നാമത്തെ കാര്യം. അപ്പൊ വൈറലാവാൻ വേണ്ടി ചെയ്തതെന്നാണ് അന്ന് പറഞ്ഞുണ്ടാക്കിയത്. അത് കഴിഞ്ഞ് ഭയങ്കര ഒരു എക്സാമ്പിളും കാര്യങ്ങളൊക്കെ ഇട്ടുള്ള സാധനം ഉണ്ട്. അതുകൊണ്ട് കേട്ടോക്കി.
അതുമാത്രമല്ല മറ്റൊരു വെല്ലുവിളി തന്നെ ഞാൻ നടത്തുന്നു. വേൾഡിലുള്ള ആർക്ക് വേണമെങ്കിലും പ്രൂവ് ചെയ്യാം. അതായത് ടൈറ്റ് ജീൻസിന്റെ പാൻറ്റും അതുപോലെ തന്നെ ട്രാക്ക് സ്യൂട്ടും ഇന്നറും ധരിച്ചുകൊണ്ട്, ഈ 3 വസ്ത്രം ധരിച്ചുകൊണ്ട്, അതായത് അതുപോലെ സീറ്റിലിരുന്നിട്ട്, അതായത് ഒറ്റക്കൊന്നല്ലിരുന്ന് അതുപോലെ സീറ്റിലിരുന്നു കൊണ്ട് അടുത്തുള്ളവർ പോലും അറിയാതെ അങ്ങനെ ഒരു സംഭവം ഇവർ പറയുന്നത് പോലെ ചെയ്യാൻ പറ്റുമെന്ന് ആരെങ്കിലും ഒരാൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്ന പൈസ ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. എന്താ മോനെ, ഇവൻ ഷെഡ് ഇട്ട് അതിന്റെ മുകളിൽ ട്രാക്ക് സൂട്ട് ഇട്ട് അതിന്റെ മുകളിൽ ടൈറ്റ് ജീൻസ് പാന്റും ഇട്ടിട്ട് അത്ര എഴുതിയത്. നാട്ടുകാർ മൊത്തം അത് വിശ്വസിച്ചിരിക്കുകയുള്ള. നീ സിബ് തുറന്നത് കൃത്യമായിട്ട് ആ വീഡിയോയിൽ ഉണ്ട്. എന്റെ പൊന്നു മോനെ, സിബ് തുറന്നു കിടക്കുന്നതായിരുന്നു. ഊളത്തരം പറയല്ലേ. അന്നൊക്കെ കൃത്യമായിട്ട് ഈ നാറിക്കെതിരെ ഞാൻ എല്ലാം പോലെ വീഡിയോ ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇമാതിരി ഞരമ്പ് രോഗികളൊക്കെ ബസ്സിൽ കയറി കൊണ്ട് ഇമാതിരി മറ്റേടത്തെ പരിപാടി കാണിക്കുമ്പോൾ അവന്റെ സുനാപ്ലിക്കേഷനൊക്കെ പുറത്തെടുത്ത് അരിഞ്ഞു കളയുന്നുണ്ട്. സത്യത്തിൽ അതാ ചെയ്യേണ്ടത്. ഈ സൗദി അറേബ്യയിലുള്ള നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ, കട്ടവന്റെ കൈ വെട്ടുന്ന പോലെ ഇവന്റെ സുനാപ്ലിക്കേഷൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട് നാറി. ഇനി എന്ന പെൺകുട്ടി സായി വിളിച്ച സമയത്ത് പറഞ്ഞ കുറച്ച് സത്യങ്ങളുണ്ട്. അതായത് ഇവിടെ കേസ് കൊടുത്തിട്ടൊന്നും യാതൊരു കാര്യമില്ല എന്നാ പറയുന്നത്. ഒന്ന് കേട്ടു നോക്കാം നമുക്ക്. സവാദിന്റെ കാര്യം അറിഞ്ഞില്ലേ? അറിഞ്ഞു. അത് നിങ്ങളെ കേസ് എന്തായി? മനസ്സിലായി, അറിഞ്ഞു. അല്ല നിങ്ങളെ കേസ് തൃശ്ശൂർ വെച്ചിട്ട് എന്റെ കേസിനെ കുറിച്ചൊന്നും കൊറേ എന്റെ അമ്മ CM-ന് മെയിൽ അയച്ചു. കൊറേ അതിന്റെ പിന്നാലെ ഞങ്ങൾ ചോദിച്ചു നടന്നു. ഞാൻ ഒരു ദിവസം പോലീസുകാരെ വിളിച്ചപ്പോ പറഞ്ഞു കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്, സവാദ് കുറ്റക്കാരനാന്ന് പറഞ്ഞിട്ട് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു ദിവസം 164-നെ വിളിച്ചു, അത് ചെയ്തു കഴിഞ്ഞു. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ കുറെ ചോദിച്ചു നടന്നു. ബട്ട് ഒരു രീതിയിലും എനിക്കതിനെ മുന്നിലോട്ടൊന്നും എനിക്ക് അറിഞ്ഞില്ല. സോ ഇനി ആവും ഓൾറെഡി അന്ന് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്ത സമയത്ത് പറഞ്ഞതാണ്, ഒരു 4-5 കൊല്ലം ഇതിന്റെ പിന്നിൽ നടന്ന് കഷ്ടപ്പെടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞതായിരുന്നു എൻ്റെ അടുത്ത്. കേസ് വേണോ, കേസായിട്ടാണോ മുന്നോട്ട് പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായി. അപ്പൊ അതേപോലെ ആയിരിക്കും. വെയിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ. ഇപ്പോഴും ഒരു അപ്ഡേറ്റും ഇല്ല. CM-ന് കുറെ വട്ടം എന്റെ അമ്മയുടെ ഭാഗത്തുനിന്ന് കൊടുത്തത്. എന്നിട്ട് അതിനും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു, CM-ന്റെ ആക്ഷൻ കാരണമാണ് എന്നും പറഞ്ഞിട്ട്. എന്നിട്ടും നത്തിങ്, ഐ ഹാവ് നോട്ട് ഹേർഡ് എനിത്തിങ് ന്യൂ അബൌട്ട് ഇറ്റ്. ഇന്ന് വരെ ഒന്നും കേട്ടില്ല. ഇപ്പോഴാണ് കേട്ടത്. ഒരു കാര്യമില്ല കേസ് കൊടുത്തു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. 4-5 കൊല്ലത്തിന്റെ പിന്നാലെ നടക്കേണ്ടി വരും. അതുകൊണ്ടൊക്കെ തന്നെ ഒഴിവാക്കല്ലേ നല്ലതെന്നാണ് പോലീസുകാർ പോലും പറഞ്ഞെന്നുള്ളത്. ഇതൊക്കെയാണ് നമ്മുടെ നാടിന്റെ പ്രശ്നം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സഡൻ ആയിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവണം. അപ്പൊ ജാമ്യത്തിൽ ഇറങ്ങിയ സമയത്ത് ഈ മെൻസ് അസോസിയേഷനൊക്കെ എന്ത് തേങ്ങയാണ് ഒന്നും അന്വേഷിക്കാതെ ചെല്ലുന്നത്. ജെന്യുവിനായ എത്ര ആളുകൾ ഉണ്ടാവിച്ചിട്ടാ ഇനി അവരൊക്കെ നിങ്ങൾ സഹായിക്കാൻ ചെന്നാൽ പോലും ആളുകൾ വേറെ രീതിയിൽ കാണും. കാരണം സവാദ് അന്നാ കാണിച്ചു കുട്ടി അവന്റെ മുഖത്തെ എക്സ്പ്രഷനൊക്കെ നമ്മൾ കൃത്യമായി കണ്ടതാ. ആ വീഡിയോയിൽ തന്നെ അവൻ അത് ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിലായിരുന്നു അവന്റെ ഭാവങ്ങള്. പിന്നെ നീയല്ലേ തുറന്നത് എന്ന് ചോദിക്കുന്നത് പിന്നെ ആരാ? ഞാൻ പറയുന്നില്ല, തെറി വിളിക്കാൻ അറിയാഞ്ഞിട്ടല്ല, ഞാൻ വിളിക്കാതിരിക്കുക. സവാദ് പറഞ്ഞിട്ടില്ലേ അത് ഊരി കാണിക്കാൻ നിങ്ങളോട് കഴിയുമെന്നുള്ളത്. അവൻ തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട്, അതായത് നീയല്ലേ അഴിച്ചത് എന്നുള്ളത്. അമ്മാതിരി ഊളയാണവൻ. ഇനി മറ്റൊരു കാര്യം, അതായത് നിരന്തരമായിട്ട് ഈ എറണാകുളം ബസ്സിൽ കയറിയിട്ട് ഇവന് തന്നെ പരിപാടി എന്നുള്ള കുറച്ച് കാര്യങ്ങളാ. ഒന്ന് കേട്ടോക്കാം. എനിക്കൊരു രണ്ടാഴ്ചയായിട്ട് പലവരും എന്റെ കോളേജിലെ സീനിയർ ആയിരുന്ന ഒരു ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചു. പുള്ളിക്കാരൻ ഇങ്ങനെ എവിടെയോ കൊച്ചിയിലാന്ന് തോന്നുന്നു, എനിക്ക് മെസ്സേജ് വായിക്കണം, ഇങ്ങനെ കണ്ടു, ഒരു ബസ്സിൽ നിന്ന് കയറുന്നു ഇറങ്ങുന്നു. അവൻ അത് കണ്ണിലൂടെ കണ്ടപ്പോ തന്നെ അവൾക്ക് ബാഡ് ആയിരുന്നുണ്ട്. ഒരു സീനിയർ മെസ്സേജ് അയച്ചു. 2 days ബാക്ക് ഏതോ റാൻഡം കൊച്ചി എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ മെസ്സേജ് കണ്ടപ്പോ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് പെൺപിള്ളേരെ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ കൂടുതൽ റെസ്പോണ്ട് ചെയ്യാറാ പതിവ്. So she said the same thing, that she saw him and that he അങ്കമാലി വെച്ച് കണ്ടു അത്രേ. അപ്പൊ she was asking me, ഇങ്ങനെ ബസ്സിൽ വെച്ച് ഇങ്ങനെ ഒരു ട്രോമാറ്റിക് ഇൻസിഡന്റ് നടന്ന് അവൻ നിരപരാധി ആയിരുന്നെങ്കിൽ അവനൊരു പേടി ഉണ്ടാവില്ലേ? ബസ് ഒന്നുമില്ല, അവൻ അവിടെ നിന്ന് അവനെ നോട്ടീസ് ചെയ്യുന്നത് കണ്ടിട്ട് അവൻ മനസ്സിലാക്കിക്കൊണ്ട് ഇവൾക്ക് അവനെ മനസ്സിലാക്കിക്കൊണ്ട് അവളെ സ്റ്റെയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചു ഏതോ ഒരു കുട്ടി. അല്ല, നാട്ടുകാരും കൊറേ ഇവന്റെ ഒപ്പം നിന്ന ആൾക്കാരും വെളുപ്പിച്ച് ഇവനെ പുണ്യാത്മാവാക്കി. അതെ എല്ലാവരും അവനെ മറ്റേ വിക്ടിം എന്നാണ് അവനെ പറയുന്നത്. വട്ടിയൂർക്കാവ് അജിത് കുമാറിന്റെ വീട്ടിൽ ഇവന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് തോന്നണേ. അതിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല, അയാളെ കുറിച്ചൊന്നും പറയാനില്ല. അയാൾ ഒരു വട്ടം ഈ ഒരു
ഈ ഒരു എന്റെ ഒരു ഇൻസിഡന്റ് കാരണം കുറച്ച് റീച്ച് കിട്ടിയത് കൊണ്ട് പാലഭിഷേകവും ഇല്ലാത്ത എല്ലാ ഡ്രാമയും കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു റീച്ച് കാരണം അതുമ്മ കയറി പിടിക്കാൻ നോക്കുകയാണ്. അപ്പൊ അയാളെ കുറിച്ച് ഒന്നും പറയേണ്ട ആവശ്യമേ ഇല്ല എനിക്ക്. അയാൾ പറയുന്നത് അയാള് എന്താണ് അയാളെന്ന് അയാൾ കാണിക്കുന്ന കാര്യങ്ങൾ വളരെയധികം ക്ലിയർ ആണ്. എന്തായാലും നോക്കട്ടെ ഇത് എവിടെയാ. കേട്ടില്ലേ? അതായത് നിരന്തരം ബസ്സിലൂടെ യാത്ര ചെയ്ത് ആളുകളെ, പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്ന ഒരു സ്വഭാവക്കാരനാണ് ഇവൻ എന്ന് തന്നെയാണ് ഈ പെൺകുട്ടി പറയുന്നത്. ഇവനെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ, എനിക്ക് എന്നേ പറയാനുള്ളൂ, ഇവന്റെയൊക്കെ ഞരമ്പിന്റെ അകത്ത് കിടക്കുന്ന ഒരു സാധനമാണിത്. ശരീരത്തിന്റെ അകത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് നിങ്ങൾ ഇനി എന്ത് കാണിച്ചാലും പോവില്ല. അപ്പൊ മാനി ഓൾറെഡി നല്ല റീച്ച് ഉള്ള ഒരാളായിരുന്നു. ആ ഒരു സമയത്തും റീച്ചിന് വേണ്ടി ചെയ്തതല്ല. ആരെ ശരിക്കും റീച്ചിന് വേണ്ടിയിട്ട് അത് വീണ്ടും ഉപയോഗിച്ചത്? സവാദ് സ്വന്തം കുഴി വെട്ടിയതിന്റെ ശേഷം ഒരു 6 അടി കറക്റ്റ് കുഴി വെട്ടിയിട്ടാണ് ഓൻ ഈ പരിപാടിക്ക് ഇറങ്ങിയിട്ടുള്ളത്. ബസ്സുകളിൽ കയറി ഇറങ്ങി ഉപദ്രവങ്ങൾ എന്നുള്ളത്. ഇവർ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചല്ലോ, അതായത് നമ്മളൊരു ഇൻസിഡന്റിൽ പെട്ടു വിചാരിക്കുക, നമ്മൾ തെറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇനിയിപ്പോ ഈ സവാദ് എന്ന് പറയുന്ന ആറി തന്നെ ഈ ഒരു പെൺകുട്ടിയെ പിടിച്ചില്ലയോ എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. ഇങ്ങനെ ഒരു അലിഗേഷൻ, ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോ അവര് പിന്നെ ബസ്സിൽ യാത്ര ചെയ്യാൻ വല്ല ധൈര്യം ഉണ്ടാവും? ഇല്ലല്ലോ. പക്ഷെ കാലങ്ങളായിട്ട് ചെയ്യുന്ന ഒരു കുൽസിത പ്രവൃത്തി ആയതുകൊണ്ട് തന്നെ അവനത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. സത്യം പറയിച്ച നല്ല ആണുങ്ങളെ കയ്യിൽ കിട്ടാത്തതിന്റെ കുഴപ്പമാണ്. അന്ന് തന്നെ നല്ല രീതിയിൽ കിട്ടിയിരുന്നെങ്കിൽ ഇവനത് പഠിക്കുമായിരുന്നു. അതല്ലാതെ തന്നെ കേസും കാര്യങ്ങളും കൃത്യമായിട്ട് നടപടിയായിട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇവൻ ഈ ഒരു കാര്യം പിന്നെ ചെയ്യോ? ഇല്ല. അവനെ പിടുക്ക് വിറയ്ക്കും. ഇപ്പൊ പിടുക്ക് വിറക്കിയല്ല, ഇവൻ ഭയങ്കര സുഖമാണ്. ഈ ജാമ്യത്തിലിറങ്ങുന്ന ആൾക്കാരാണല്ലോ, അതായത് മെൻസ് ടീം അടിച്ചല്ലോ. എന്റെ പൊന്നു മക്കളെ, ഉള്ള വില കളയല്ലേ. അവൻ ജയിലിൽ കിടന്ന് അഴി എണ്ണത് തേങ്ങാക്കൊരച്ച് ചെയ്തോട്ടെ. കാരണം ജെനുവൻ ആയിട്ടുള്ള ഒരുപാട് കേസുകളിൽ പെട്ടുകിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ പോയി സഹായിക്കും. നിങ്ങൾ അന്വേഷിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ദുരനുഭവം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഉടനെ ചെരുപ്പൂരി അടിക്കുക, അല്ലെങ്കിൽ സുനാപ്ലിക്കേഷന്റെ മുകളിൽ നോക്കി നല്ല മുട്ടുംകാലി കയറ്റി വിടുക. അത്ര ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട കേട്ടോ. അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് ഇപ്പോൾ സൈനിങ് ഓഫ്.